നമസ്കാരം. ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർളയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള ശ്രമം പാളിയതിനു ശേഷം നമ്മുടെ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പുതിയൊരു സംരംഭവുമായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അദ്ദേഹം അതിന് മുൻപിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടി ഈ സംരംഭത്തിന് മുന്നിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു നീക്കം ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെ, അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ഗ്യാനേഷ് കുമാറിന് നേരെ നടത്തുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് ശക്തമായ പിന്തുണയുമായി കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. മമതാ ബാനർജിയുടെ ഒപ്പം നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ള ലക്ഷ്യം സംബന്ധിച്ച് മമതയ്ക്കും രാഹുലിനുമുള്ളത് രണ്ട് ഉദ്ദേശമാണ്. ഒരേ ലക്ഷ്യം ഒന്നാണെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ രണ്ടാണ്. കാരണം മമതയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാനേഷ് കുമാർ ഒരു തരത്തിലും മമതയുടെ ഭീഷണികൾക്കോ അല്ലെങ്കിൽ വിരട്ടലുകൾക്കോ വഴങ്ങാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ SIR പോലുള്ള കാര്യങ്ങൾ ബംഗാളിൽ കാര്യക്ഷമമായി നടപ്പാക്കിയിട്ടേ അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ. നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മമത ഒരു അടി അടിച്ചാൽ തിരിച്ച് രണ്ടടി നിയമപരമായി അടിക്കുന്ന തരത്തിൽ ശക്തമായ നടപടികൾ എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ ഗ്യാനേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഈ SIR പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടാൽ താൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു വലിയ വോട്ട് ബാങ്ക് പൂർണ്ണമായും നഷ്ടപ്പെടും എന്നുള്ളൊരു പരിഭ്രാന്തിയിലാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒഴിവാക്കൽ നടത്തിയ ഉദ്യോഗസ്ഥൻ്റെ മേലൊരു സംശയത്തിൻ്റെ നിഴൽ വീഴ്ത്തുക എന്നുള്ളതാണ് മമതയുടെ ഈ ഗ്യാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ നടപടിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു ആത്യന്തിക ലക്ഷ്യം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഗ്യാനേഷ് കുമാറിനെ അല്ല ആരെ നീക്കം ചെയ്താലും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഞാൻ പ്രധാനമന്ത്രിയാവുന്നത് വരെ, അല്ലെങ്കിൽ വ്യാജഗാന്ധി കുടുംബത്തിൽ നിന്ന്, എൻ്റെ വ്യാജഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയാകുന്നത് വരെ, അത് ഇപ്പോൾ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ മനോഭാവം, പ്രധാനമന്ത്രിയാകുന്നത് വരെ കഴിയുന്നത്ര കുഴപ്പങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അത് ഇന്നലെ ഓം ബിർളയെ മാറ്റുവാനുള്ള ശ്രമമായിരുന്നു, ഇന്ന് ഗ്യാനേഷ് കുമാറിനെ മാറ്റുവാനുള്ള ശ്രമമായിരുന്നു, നാളെ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ മാറ്റുവാനുള്ള ശ്രമമായിരിക്കും, മറ്റന്നാൾ ദ്രൗപദി മുർമുവിനെ തന്നെ മാറ്റിക്കളയാമെന്നുള്ള ഒരു ധാരണയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ടിറങ്ങുവാനും സാധ്യതയുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം വോട്ടിംഗ് മെഷീൻ EVM പ്രശ്നമാണെന്ന് കുറേ കാലം കരഞ്ഞുകൊണ്ട് നടന്നു. അത് പാളിപ്പൊളിഞ്ഞ് നാശമായപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്നു. അതും തകർന്നടിഞ്ഞ് നാശമായപ്പോൾ ഇപ്പോൾ SIR എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിനു മുൻപ് റാഫേൽ എന്ന് പറഞ്ഞ് ഓടി നടന്ന സുപ്രീം കോടതിയിൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് പുറത്തിറങ്ങേണ്ടി വന്ന അവസ്ഥയുണ്ടായി. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല. പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുവഴി എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാകുക, ഒപ്പം അതിനേക്കാളുപരി തൻ്റെ അന്നദാതാക്കളായിട്ടുള്ള ചൈനയാണെങ്കിലും ജോർജ് സോറോസിനെ ആണെങ്കിലും അവരെ സംപ്രീതരാക്കിക്കൊണ്ടിരിക്കുക. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടപ്പാക്കുവാൻ താൻ കഠിന പ്രയത്നം നടത്തുന്നു എന്നുള്ള ഒരു പ്രതീതിയല്ല, സത്യത്തിൽ കഠിന പ്രയത്നം തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ ഇത്രയും അധികം പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ആ പ്രയത്നങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു വീഡിയോകളും വാർത്തകളുമൊക്കെ അവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ അനസ്യൂതം തുടരുക, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് കൊണ്ടെത്തിക്കുക. ഇങ്ങനെയുള്ള വിവിധ ഉദ്ദേശ പരിപാടികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇതിൽ മമതയോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അവസാനം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 193 MP ഇത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. അവരൊപ്പിട്ട ഒരു നിർദ്ദേശം, ഇംപീച്ച്മെൻറ്റ് ഫോറം ലോക്സഭയിലാണോ രാജ്യസഭയിലാണോ സമർപ്പിക്കപ്പെടുക എന്നുള്ളത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഏത് സഭയിൽ സമർപ്പിച്ചാലും, ലോക്സഭയിലാണെങ്കിൽ 100 MP ആ പ്രമേയത്തിൽ ഒപ്പിടണം, രാജ്യസഭയിലാണെങ്കിൽ 50 MP. അപ്പോൾ എന്തായാലും 193 പേർ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത, ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ MP അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രമേയം പാസ്സാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഒരു കുഴപ്പമുണ്ടാക്കുക, ഗ്യാനേഷ് കുമാറിൻ്റെ മുകളിൽ കിടക്കട്ടെ ഒരു സംശയത്തിൻ്റെ കരുനിഴലെന്ന ഉദ്ദേശം മമതയ്ക്കും രാഹുൽ ഗാന്ധിക്ക് ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പുതിയൊരു അവസരം ലഭിച്ചു എന്നുള്ള ഒരു സന്തോഷവും, അതിൻ്റെ മാത്രമാണ് ഈ പ്രമേയം. ഇത് പാസ്സാകുവാനൊന്നും പോകുന്നില്ല, ഇതൊരു തരത്തിലും വിജയിക്കുവാനും പോകുന്നില്ല, ഗ്യാനേഷ് കുമാറിന് ഒന്നും സംഭവിക്കുവാനും പോകുന്നില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ഭയമെന്ന് ഉള്ളത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കാരണം ഇത്തരത്തിലുള്ള പ്രമേയത്തിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ AI സമിറ്റിൽ കാട്ടിക്കൂട്ടിയതുപോലുള്ള എന്തെങ്കിലും ആഭാസ നാടകം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും കൂടി
സഭയ്ക്കുള്ളിൽ ഒരുക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയം. കാരണം ആലോചിച്ച് നോക്കൂ, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പിറന്നപടി കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓം ബിർള മാത്രമല്ല, ചിലപ്പോൾ യോഗി ആദിത്യനാഥ് വരെ രാജിവെച്ച് പുറത്തു പോയെന്ന് വരും. എന്തിന് യോഗി ആദിത്യനാഥ്, ഹിമന്ത് ബിശ്വ വരെ ചിലപ്പോൾ രാജിവെച്ച് പുറത്തു പോയെന്ന് വരും. കോൺഗ്രസ്സുകാരാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ രാഹുൽ ഗാന്ധിയുടെ അടിമകളായ മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ, ശശി തരൂരിനെ പോലുള്ള ചില ആളുകൾ അതിൽ നിന്ന് ഒഴിവായി നിന്നേക്കാം. ഹൈബി ഈഡനോ മറ്റാരാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ യാതൊരു മടിയും കാണിക്കില്ല. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒരു നിർദ്ദേശം മാത്രം കിട്ടിയാൽ മതി. അങ്ങനെയാണ് കാലം നമ്മുടെ മുമ്പിൽ തെളിയിച്ച ചരിത്രങ്ങൾ. ഇനി തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിലവാരത്തിൻ്റെ കാര്യത്തിൽ അവർ മണിയാശാനെ കടത്തിവെട്ടുന്ന നിലവാരമുള്ളവരാണ്. അപ്പോൾ അവരും കൂടി ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കൂടിയാൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോടൊപ്പം കൂടിയാൽ, ചിലപ്പോൾ ലോക്സഭ എന്ന് പറയുന്നത് ഒരു ആഭാസ പ്രദർശനത്തിനുള്ളൊരു സങ്കേതമായി അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി മാറുമോ എന്നുള്ളൊരു ഭയം സത്യത്തിൽ എനിക്കുണ്ട്. ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ ദൈനംദിനം എന്നുള്ള വണ്ണം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒക്കെ മാറി മാറി കൊണ്ടുവരുന്നത് കാണുമ്പോൾ. കാരണം ഇത്തരത്തിലുള്ള പ്രമേയങ്ങളൊക്കെ കൊണ്ടുവരുന്ന അവർ ഒരു തരത്തിലുള്ള കാര്യക്ഷമമായ ചർച്ചയ്ക്കും നിന്നു കൊടുക്കാറില്ല. കാരണം ശ്രീ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാനുള്ള പ്രമേയത്തെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ രാഹുൽ ഗാന്ധി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അമിത്ഷാ ഏതാണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊല വിളിച്ചു സഭയിലിട്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് അതിന് ബഹളമുണ്ടാക്കി നടുത്തളത്തിൽ ഇറക്കിച്ച് വസ്ത്രാക്ഷേപം വരെ, സ്വയം വസ്ത്രമൊരിയൽ വരെ എത്തിയില്ല. എന്നാലും ഏതാണ്ട് അത്തരത്തിലുള്ളൊരു നിലവാരമാണ് കോൺഗ്രസ് ആ ചർച്ചയിൽ പ്രദർശിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ്സുകാരും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ്. കാരണം അവരും ഉണ്ടായിരുന്നു കോൺഗ്രസിനൊപ്പം തന്നെ. കാരണം അതിനുശേഷം ഇത്തരത്തിലുള്ളൊരു നാടകം സഭയിൽ കൊണ്ടുവരണമല്ലോ, അതിന് കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ വേണമെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും ഈ സ്പീക്കറുടെ ഓം ബിർളയെ നീക്കം ചെയ്യുക എന്നുള്ള പ്രമേയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ സഭയിൽ ബഹളമുണ്ടാക്കുവാനുണ്ടായിരുന്നു, ചർച്ചയ്ക്കല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രമേയങ്ങളിലൊന്നും ചർച്ചകൾ അവർ താല്പര്യപ്പെടുന്നതേയില്ല. ആഭാസ പ്രകടനങ്ങളിലേക്ക് പോകാവുന്ന തരത്തിലുള്ള ബഹളങ്ങൾ അവർ സഭയിൽ താല്പര്യപ്പെടുന്നുണ്ട്. ആ ബഹളങ്ങൾ AI സമ്മിറ്റിലുണ്ടായിരുന്നതുപോലെ സ്വയം തുണിയുരിഞ്ഞ് പ്രതിഷേധിക്കുന്ന തലത്തിലേക്ക് രാഹുൽ ഗാന്ധിയും കൂട്ടരെയും എത്തിക്കുമോ എന്നുള്ളത് വേണം ഇനി കണ്ടറിയുവാൻ. കാരണം ഒരുപക്ഷെ ജോർജ് സോറോസോ ചൈനയിൽ ഉള്ളവരുടെ മുതലാളിമാരോ ഒക്കെ വിളിച്ച് അങ്ങനെ ഒരു പ്രകടനം നടത്തി നോക്കൂ, എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കാണാം എന്ന നിർദ്ദേശം നൽകിയാൽ അവരതിന് മടിക്കില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. എന്തായാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ആശങ്കയോടുകൂടി കാത്തിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ യോഗി ആദിത്യനാഥിന് പോലും അത്രയൊന്നും താങ്ങാനുള്ള മനക്കെട്ടിയില്ല, ഹിമന്ത് ബിശ്വയ്ക്ക് പോലുമില്ല. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.